ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് ഒട്ടും വെയിലൊന്നും തട്ടിക്കാതെ നല്ല ഫ്രഷ് ഉണക്കമീൻ എങ്ങനെ തയ്യാറാക്കുന്നത് എന്നാണ്. നമ്മളിത് അടച്ച് വെച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ അകത്തൊരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായി 1/2 കിലോ മാന്തൾ മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏത് മീനും കൊണ്ടാണോ ഉണ്ടാക്കുന്നത് ആ മീൻ എടുക്കുക. നിങ്ങൾ ഈ ഉണക്കമീൻ തയ്യാറാക്കുന്നത് അയില മത്തി പോലെയുള്ള മീനാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന പാത്രത്തിൽ നല്ല പോലെ ഒന്ന് ഉപ്പ് വിതറി കൊടുക്കുക. നമ്മളിതിന് കല്ലുപ്പാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതിൽ മീൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ ഈ മീൻ അടുക്കുന്ന ടൈമിൽ ഒന്നിന് മുകളിലൊന്നായി വെച്ച് കൊടുക്കരുത്, ഇതുപോലെ ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഉപ്പ് വിതറി കൊടുക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്താൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഉണക്കമീൻ തയ്യാറാക്കാം. അപ്പോൾ അതിന് 1-2 ടിപ്സും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ പാത്രം എത്ര വലിപ്പമുണ്ടോ നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ചും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 4 ലെയറായിട്ടാണ് മീൻ ഒതുക്കി വെച്ച് കൊടുത്തത്. അപ്പോൾ ഓരോ ലെയർ ഒതുക്കി വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് വിതറാൻ മറന്നു പോവരുത്. ഉപ്പ് വിതറിയിട്ടില്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ അഴുക്കായി പോവും. അപ്പോൾ നല്ല പോലെ തന്നെ ഉപ്പ് വിതറാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്ത ശേഷം ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് ഉപ്പ് വിതറി കൊടുക്കാം. അപ്പോൾ ഒട്ടും ചിലവില്ലാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ ഉണക്കമീൻ തയ്യാറാക്കാം. നമ്മൾ നല്ല പോലെ ഉപ്പൊക്കെ വിതറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കിത് 3 ദിവസം ഒന്ന് ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എവിടെ വെച്ച് കൊടുത്താലും സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ നല്ലപോലെ മൂടി വെച്ചിട്ടാണല്ലോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 3-ാമത്തെ ദിവസം നമ്മളെ മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ നല്ല പോലെ വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളം നമുക്കൊന്ന് ഊറ്റി കളയാണ് വേണ്ടത്. മീനൊട്ടും പുറത്തേക്ക് പോവാത്ത രീതിയിൽ നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് വെക്കുന്നത് ഒരു ഹോൾസുള്ള പാത്രത്തിൽ ഇതുപോലെ ഒതുക്കി വെച്ച് ഉപ്പിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഊർന്ന് അടിയിലേക്ക് പോകും. പക്ഷേ അകത്ത് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3-ാമത്തെ ഡേ കാണിച്ചതുപോലെ തന്നെ 5-ാമത്തെ ഡേയും ഇതുപോലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളം മുഴുവനായിട്ടും ഇതുപോലെ ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഒരു 3 ദിവസം കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ആ സ്ഥാനത്ത് തന്നെ വെച്ച് കൊടുക്കാം. അങ്ങനെ 8-ാമത്തെ ദിവസം നമ്മൾ നമ്മുടെ പാത്രം എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രഷ് ഉണക്കമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പേപ്പറിലേക്ക് തട്ടി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് മീനും കൊണ്ടും ഉണക്കമീൻ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.